ഹലോ ഗൈസ്, കുസൃതി ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വൈബ് യാത്ര പോകുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലമായി. സമയക്കുറവ് കൊണ്ട് ലോങ് വീഡിയോ ഇടാറില്ലായിരുന്നു. ചെറിയൊരു ജോലിയുണ്ട്, അതിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പം ലോങ് വീഡിയോ ഇടണമെങ്കിൽ ഒത്തിരി നേരം വേണ്ട, കാരണം ലോങ് വീഡിയോ ഇടാറേ ഇല്ലായിരുന്നു. അപ്പം യാത്ര പോകുന്നതിന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കൊണ്ടുപോകാനുള്ള പൊതിച്ചോറൊക്കെ ആയിട്ടാണ് ഞങ്ങൾ സാധാരണ എവിടെ പോയാലും ഉച്ചക്കത്തേക്കുള്ള പൊതിച്ചോറൊക്കെ ആയിട്ടാണ് പോകുന്നത്. അത് കാരണം അതിനുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറൊക്കെ വെക്കാനും കറികളുണ്ടാക്കാനുമുള്ള തിരക്കിലാണ്. യാത്ര പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഭാഗങ്ങളാണിതൊക്കെ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ കൊണ്ടുപോകാനുള്ള പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ സാധാരണ വൺ ഡേ ടൂറേ പോകാറുള്ളൂ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോകും. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ ആ ചിലവില്ലല്ലോ. നമുക്ക് പൈസയൊക്കെ ചുരുക്കാൻ വേണ്ടിയുള്ള പരിപാടിയും കൂടെയാണ്, പിള്ളേരെ പറ്റിക്കാനും. അപ്പം രാവിലെ തന്നെ നമ്മൾ റെഡിയാകാനുള്ള പരിപാടിയാണ്. എല്ലാവരും നമ്മുടെ കൂടെ പോരുന്ന എല്ലാവരും തന്നെ ചോറൊക്കെ ആയിട്ടാണ് വരുന്നത്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പരിപാടികളെല്ലാം ആരംഭിച്ചു. ബാക്കി എല്ലാവരും പതുക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. സാധാരണ നമ്മൾ കൊണ്ടുപോകുന്ന കറി പോയാലും വീട്ടിലുള്ള അമ്മമാർക്കറിയില്ല ജോലി തിരക്കും. രാവിലെ മോരുകറി, ചായ, പപ്പടം, ഇതൊക്കെയാണ് കൊണ്ടുപോകുന്ന വിഭവങ്ങളാണല്ലോ. എല്ലാ കൂട്ടവും എടുത്തും പെറുക്കിയും വെച്ച് നമ്മൾ മക്കളെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവർക്ക് എവിടെ പോകണമെങ്കിലും രാവിലെ എഴുന്നേൽക്കണം, വീട്ടിലെ പണി ചെയ്യണം. അങ്ങനെ കുറേയേറെ പരിപാടികളുണ്ട്. അമ്മമാർ രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്യാതെ നമ്മളെവിടെ പോയാലും. എൻ്റെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. പയർ മെഴുക്കുവരട്ടിയാണ്. അങ്ങനെ ചോറും വെന്ത് വാർത്തു. ഇനി നമുക്കിതെല്ലാം ഇലക്കകത്ത് എടുക്കണം. ഇലക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിലക്കകത്താണ് ഞാൻ പൊതിച്ചോറ് കെട്ടുന്നത്. വാഴയിലയൊക്കെ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. ഇനി അത് പൊതി കെട്ടണം. നമുക്ക് 4 പേർക്ക് മാത്രമല്ല എടുക്കുന്നത് ചോറ്. നമ്മൾ പോകുമ്പം ആർക്കെങ്കിലൊക്കെ കൊടുക്കാലോ എന്നും കൂടെ കൂടുതൽ ചോറും പൊതി കെട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുമ്പം ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും പൊതിച്ചോറ് കൂടുതൽ കിട്ടും. ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാതെ വഴി ഇരിക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യും. നമ്മൾ കൊണ്ടുപോകുന്ന കൂടുതൽ ചോറ് കൊണ്ടുപോകും എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ. ഇത് ആർത്തങ്കയ്ക്ക് പോയാലും മലയാറ്റൂർക്ക് പോയാലും എവിടെ പോയാലും നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്കും കൂടെ കൂടുതൽ ചോറ് കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. നമ്മൾ ആരെങ്കിലുമൊക്കെ വഴിയേരി ഇരിക്കുന്നവരെയൊക്കെ കാണുമ്പം അവർക്കും കൂടെ കൊടുക്കും. അത് കാരണം ഒരിക്കലും ഞാൻ 4 പൊതിയായിട്ട് ഒരിക്കലും കെട്ടിക്കൊണ്ട് പോകാറില്ല. കൂടുതൽ ചോറ് കൊണ്ടുപോകും. പപ്പടമൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. എൻ്റെ കറികളും ചോറുകളും ഒക്കെ റെഡിയായി. ഇനി ഇത് പൊതിയാക്കിയാൽ മതി. മീൻകറി, പപ്പടം, മോരുകറി, പയർ മെഴുക്ക് പുരട്ടി, അച്ചാർ, ഇത്രയാണ് എൻ്റെ കറികൾ ഇന്ന് കൊണ്ടുപോകാനുള്ള. ചെറുതാണേലും വലുതാണേലും നമ്മളൊരു യാത്ര പോകുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും കൂടെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം. നമ്മളെ ഈ ജോലി തിരക്കിൻ്റെ ഇടയ്ക്കും മാനസികമായിട്ട് നമുക്കൊരു സന്തോഷിക്കാനൊരു അവസരം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം, നമുക്ക് എന്തും ചെയ്യാനൊരു ഉത്സാഹവും എല്ലാം തോന്നും അന്ന് രാവിലെ തന്നെ. അങ്ങനെ പൊതിച്ചോറെല്ലാം കെട്ടി മോരുകറി എല്ലാം എടുത്തു, കൊണ്ടുപോകാനുള്ളതെല്ലാം ആക്കി. ഇനി നമുക്ക് റെഡിയായാൽ മതി പോകാനായിട്ട്. പിള്ളേരെല്ലാം റെഡിയായി നിൽക്കുവാണ്. ഞാനാണ് എല്ലാം കെട്ടി പൊതിച്ചോറൊക്കെ ആക്കി കഴിയുമ്പോഴത്തേന് നമ്മൾ വണ്ടിയെ കയറി പോകാനായിട്ട്. ട്രാവലറാണ്. അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചു.
എല്ലാവരും വണ്ടിക്കകത്ത് പാട്ടൊക്കെ വെച്ച് ആസ്വദിച്ചിരിക്കുകയാണ്. പതിനേഴ് പേരെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കൂടുതലുണ്ടായിരുന്നു. അത് കാരണം ഞാനും ചേട്ടായിയും നിന്നാണ് പോയത്. നിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിൽക്കാനുള്ള നേരം കിട്ടിയില്ല. കയറിയപ്പം മുതൽ ഡാൻസും പരിപാടിയും ചാട്ടവും മറിച്ചിലും ഒക്കെ ആയിരുന്നു പിള്ളേർ. അത് കാരണം ആരും ഇരുന്നൊന്നുമില്ല. എവിടെ പോയാലും ഞാനും ചേട്ടായിയും പിള്ളേരും എല്ലാവരും ഞങ്ങളുടെ കൂടെ പോയിരുന്ന എല്ലാവരും നല്ല ആസ്വദിച്ച് പോകുന്ന ആൾക്കാരാണ്. അത് കാരണം നമ്മൾ കയറുമ്പോൾ മുതൽ വണ്ടിയെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് സന്തോഷിച്ച് പോകുന്നവരാണ് എല്ലാവരും. കൂടെ നിൽക്കുന്ന എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരാണ്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. ചോറൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഓർത്ത് ചോറൊക്കെ എടുത്തു, പൊതിച്ചോറൊക്കെ എടുത്തു എല്ലാവരും കഴിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് പോയി ഒരു സ്ഥലത്തിരുന്ന് ചോറൊക്കെ നമ്മൾ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോയി എല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെ ഇരുന്ന് കഴിക്കുമ്പം ഒരു സന്തോഷമല്ലേ നമുക്കൊക്കെ. അങ്ങനെയൊക്കെ കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റിയില്ലാത്തൊരു അനുഭവം അത്. എല്ലാവരും കൂടെ കൂട്ടുകാരും വീട്ടുകാരും പിള്ളേരും ഹസ്ബൻഡും എല്ലാവരും കൂടെ കൂടിയിരുന്നൊക്കെ കഴിക്കുമ്പം ഒരു മുളക് പൊട്ടിച്ചതേ ഉള്ളൊരു അതിനൊരു പ്രത്യേക സ്വാദാണ് നമുക്കങ്ങനെ ഇങ്ങനെ പൊതിയൊക്കെ കെട്ടി ഇലക്കകത്തൊക്കെ കൊണ്ട് വെച്ചിരുന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖം. അങ്ങനെ എല്ലാവരും ചോറൂണൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ പള്ളിയിൽ ചെന്നു. അർത്തുങ്കൽ പള്ളിയിലാണ് ഞങ്ങൾ പോയത്. പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നേർച്ചയും വഴിപാടും ഒക്കെ ചെയ്തു. അങ്ങനെ നേരെ ഞങ്ങൾ പോയത് കടപ്പുറത്തേക്കാണ്. ഇനി കടപ്പുറത്താണ് ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നത്. അങ്ങനെ എല്ലാവരും കടലിലൊക്കെ ഇറങ്ങി തിരയൊക്കെ എണ്ണി അടിച്ചു പൊളിച്ച്. അത് നല്ല തിരക്കായിരുന്നു പള്ളിയിൽ, അർത്തുങ്കൽ. അങ്ങനെ കടൽപ്പുറത്തൊക്കെ ഞങ്ങൾ ഓടി നടന്ന് കളിയൊക്കെ കഴിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇറങ്ങി കടലിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പള്ളിമുറ്റത്ത് വന്നു. രാത്രിയായിരുന്നു അപ്പോഴത്തേന്. തിരിച്ച് ഞങ്ങൾ പോരാൻ വേണ്ടിയുള്ള ഒരു 9 മണി 10 മണി ആകാറായി തിരിച്ച് പോരുമ്പം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോവുകയാണ്. വണ്ടി കുറച്ച് അപ്പുറയാണ് ഇട്ടേക്കുന്നത്. തിരിച്ചെല്ലാവരും വണ്ടിയിലൊക്കെ കയറി വീണ്ടും ഡാൻസൊക്കെ തുടങ്ങി. എല്ലാവരും ഡാൻസാണ്. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങി. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.